ഇടുക്കി ശാന്തൻപാറ പേത്തൊട്ടി ഭാഗത്ത് ചെന്നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ മ്ലാവിനെ രക്ഷിക്കാൻ തയ്യാറാകാതെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത്. ശാന്തൻപാറ പൊന്മുടി സെഷൻസിന്റെ പരിധിയിലാണ് സംഭവം. തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞാണ് പരിക്കേറ്റ മ്ലാവിനെ കർഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിൻകാലിൽ മുറിവേറ്റ് പരിക്കുപറ്റി റോഡരികിൽ മ്ലാവിനെ കണ്ട പ്രദേശത്തെ കർഷകർ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും നേരിട്ട് വിവരമറിയിക്കാൻ ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസിലെത്തിയ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. അറിയിക്കേണ്ടവരെ അറിയിച്ചു, വിളിച്ചു ചോദിച്ചു ഇത് വരാൻ പറ്റുമോ, ആൾക്കാരെ വിളിച്ചു. ഡോക്ടർ വരില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയാണ് കർഷകർ ചെയ്തത്. ഇവരുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ ഡിവിഷൻ ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തി. 4 മണിക്കൂർ പിന്നിട്ട ഈ സമയമത്രയും പരിക്കേറ്റ മ്ലാവിന്റെ രക്തം വാർന്നതിനെ തുടർന്ന് ഇതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മ്ലാവിന്റെ ജഡം ഡിവിഷൻ ഓഫീസിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി മേൽനടപടികൾ സ്വീകരിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. അപകടം നടന്നത് അറിയിച്ച സമയത്ത് ശാന്തൻപാറയിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ടത് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു സമീപവാസികൾ പറയുന്നത്. വന്യമൃഗങ്ങളെ രക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ അതിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരുത്തിയത് ഗൗരവമുള്ളതാണ്. വിവരമറിയിക്കാൻ ചെന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്തി ഓടിച്ചുവിട്ടതും ദുരൂഹതയുയർത്തുന്ന കാര്യമാണ്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വനവകുപ്പിന്റെ കിരാത നടപടികൾക്കെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി PK സോമൻ, കർഷക പ്രതിനിധി PN പ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് ഈ ശാന്തൻപാറ പഞ്ചായത്തിന്റെ ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ നാട്ടുകാരെ സംഘടിപ്പിച്ച് ഇദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടുത്തെ പേത്തൊട്ടി നിവാസികളായ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ ഞങ്ങൾ നാട്ടുകാർ മൊത്തത്തിൽ ഖേദിക്കുകയാണ്. അതേസമയം വിവരം മേലധികാരികളെയും RRT സംഘത്തെയും അറിയിച്ചുവെന്നും മദ്യപിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആക്രമണത്തിൽ കണ്ടനാളത്തിൽ മുറിവുണ്ടായതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അറിയിച്ചുവെന്നും ഫോറസ്റ്റർ ശ്രീകുമാർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.